സങ്കീർത്തനം 73-13 വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ആസാഫ് എന്ന് പറയുന്ന വ്യക്തി ദൈവസന്നിധിയിൽ അദ്ദേഹം വളരെ നല്ലൊരു ഭക്തനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്ത കരങ്ങളോടുകൂടി നീതിമാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ നാളും തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഭക്തനായ, ഒരു ഭക്തിപൂർവമുള്ള ഒരു ജീവിതം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരുള്ളവനായി, നിഷ്കളങ്കനായി, ദൈവത്തെ ഭയപ്പെട്ട് ഒരു ഭക്തനായി മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള ജാതികളെ ഒന്ന് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജാതികളെ ഒന്ന് നോക്കിയപ്പോൾ തൻ്റെ ലൈഫിൽ ഞാൻ ഈ ഭക്തനായത് വെറുതാവായി പോയോ, തൻ്റെ ഈ ആരാധനകളും താൻ ദൈവവുമായിട്ടുള്ള ബന്ധവും തൻ്റെ വിശുദ്ധ ജീവിതവും താൻ തന്നെ പറയും തൻ്റെ കരങ്ങളെ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് താൻ ഒരു നല്ല പാത തിരഞ്ഞെടുത്തു എന്നുള്ള ആ മനോഭാവത്തിലിരിക്കുന്ന ആസാഫ് സ്വയം തന്നെത്താൻ പറയുകയാണ്, ഈ ദുഷ്ടന്മാരെല്ലാം വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവമായിട്ട് ബന്ധമില്ലാത്തവരെ ചുറ്റും നോക്കി അവരെയും തന്നെയും ഒന്ന് താരതമ്യം ചെയ്തപ്പോൾ തനിക്ക് പെട്ടെന്നൊരു ചിന്ത വരികയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭക്തിയൊക്കെ വെറുതെയാണോ? തൻ്റെ വിശ്വാസം വെറുതെയാണോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അദ്ദേഹം 73-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവർക്ക് വേദന ഒട്ടുമില്ല. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം എന്നും വേദന, എന്നും രോഗം, എന്നും കഷ്ടം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ദൈവത്തെ അറിയാതിരുന്നപ്പോൾ നല്ല ദേഹപുഷ്ടിയും ആരോഗ്യവും കടഞ്ഞെടുത്ത ശരീരവും നല്ല മസിലും നല്ല പുഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞതിന് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ ഇരുന്ന് ക്ഷീണിച്ച് പണ്ടത്തെ ആ പുഷ്ടിയും പണ്ടത്തെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ശരീരമൊക്കെ അങ്ങ് മെലിഞ്ഞ് എന്നും ഫാസ്റ്റിങ്, എന്നും പ്രാർത്ഥന. ഇപ്പോൾ ആ പണ്ടത്തെ ആ സൗന്ദര്യവും ഗ്ലാമറും ഒക്കെ അങ്ങ് പോയി ക്ഷീണിച്ചിരിക്കുകയാണോ? എന്നാൽ തൻ്റെ മുൻവശത്ത് താമസിക്കുന്ന ദൈവമായിട്ട് ഒരു ബന്ധമില്ല, കള്ളം കുടിച്ച് നടക്കുന്ന വ്യക്തിയെ നോക്കിയപ്പോൾ തടിച്ച് കൊഴുത്തിരിക്കുന്നു. അവർക്ക് ദേഹവേദനയില്ല, അവർക്ക് വാദവും ഇല്ല, അവർക്ക് ആശുപത്രിയിൽ പോയി കിടക്കുകയും വേണ്ട, അവർ നല്ല തടിച്ച് പുഷ്ടിയുള്ളവരായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത നമുക്ക് വായിക്കാം. 73-ാം അധ്യായം തന്നെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ആസാഫ് നോക്കിയപ്പോൾ അവർ ഓരോ കാര്യവും പറഞ്ഞങ്ങ് ഡംഭിച്ച് അങ്ങ് നടക്കുക. പൊങ്ങച്ചം പറഞ്ഞ്, ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി വലിയ ഒരു ആടിനെ അങ്ങ് വെട്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക, 2 ആഴ്ച കഴിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കേട്ട് പ്രാർത്ഥനാ വീരനും ദൈവസന്നിധിയിൽ രാപകലെല്ലാം നിലവിളിച്ച് ഉപവസിച്ച് കരയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന് കഞ്ഞിയും പയറേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. താൻ നോക്കി വന്നിട്ട് അവിടെ ആ ഫ്രിഡ്ജിനകത്ത് ഒരു ഒരു പച്ചക്കറി എന്ന് പറയാൻ ഒരു സാധനമില്ല, ഒരു തക്കാളി ഇല്ല, ഒന്നും ഫ്രിഡ്ജിനകത്തില്ല. ദൈവദാസന്റെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ശൂന്യമാണ്. അത് പഴയ വർഷങ്ങൾ പഴക്കമുള്ള എന്തൊക്കെ അതിനകത്തിരിക്കുന്നു, അതിനകത്തൊന്നുമില്ല. അവൻ പറയാൻ ഫ്രിഡ്ജിനകത്ത് ഒരു വലിയ ആടിനെ വരെ വെട്ടി വെച്ചിരിക്കുന്നു. അവൻ അടുത്ത അവൻ പറയുകയാണ്, ഞാൻ ഇത്ര ദൂരം ചെന്ന് മാർക്കറ്റിൽ ചെന്ന് ഞാൻ എൻ്റെ സൈസിലുള്ള ഒരു വലിയ മീന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് അവൻ അങ്ങ് സന്തോഷിക്കുകയാണ്, നീ ഇവിടെ പാട്ട് പ്രാർത്ഥനയും ആരാധനയും ബൈബിൾ വായനയായിട്ടൊക്കെ നടന്നോ? ഞങ്ങളിതാ നല്ല സൂപ്പർ വേളപ്പാരയൊക്കെ വാങ്ങിച്ച്, നല്ല നെയ്മീനൊക്കെ വാങ്ങിച്ച്, നല്ല ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ഞങ്ങൾ സന്തോഷം. ഞങ്ങൾ അധ്വാനിച്ച് പണമുണ്ടാക്കി സ്ഥലം വാങ്ങിച്ചും വീട് വാങ്ങിച്ചും കാർ, അടുത്ത ആഴ്ച ഞാൻ പുതിയ കാർ എടുക്കാൻ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് എടുത്തതേ ഉള്ളൂ. 2-3 ഒരുമിച്ച് എടുക്കാൻ പോയതാണ്, പക്ഷേ തൽക്കാലം വേണ്ട, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എടുക്കുക. ഇതെല്ലാം ഒക്കെ കേട്ട് ആസാഫിൻ്റെ ഹൃദയം അങ്ങ് ഉരുകി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ 70 വായിച്ചോ. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കും. അവരങ്ങ് ഡംഭം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറഞ്ഞങ്ങ് നടക്കുക. അവരെ തല ഉയർത്തി പിടിച്ച് നെഞ്ച് വിരിച്ച് ആസാഫ് നോക്കിയപ്പോൾ ജാതികളൊക്കെ അവരങ്ങ് സന്തോഷിച്ച് പിന്നെ ഉല്ലസിച്ച് അവർ കല്യാണവും ഒത്തുകൂടി അവര് ആർഭാടത്തോടെ മദ്യം കഴിച്ച്, അവര് മദ്യം കഴിക്കാത്തവരെ നോക്കിയിട്ട് വേറെ ഒരു ബിയർ പോലും അടിക്കുന്നില്ല നീ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് കളിയാക്കിയ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ജാതികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ ദൈവമക്കൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരെ കൂടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിക്കും. ഹല്ലേലൂയ. ഒരു നാളിൽ ഞാൻ ബോംബെ പട്ടണത്തിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ഗോവൻസ് ഉണ്ടായിരുന്നു. അവർ ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസിന് ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയപ്പോൾ അതിൽ പലരും ജാതികളായിരുന്നു. അവർ നാമധേയ ക്രിസ്ത്യാനികളായിരുന്നു. വളരെ കുറച്ച് ദൈവമക്കളെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവരെന്നെ വിളിച്ച് ക്രിസ്മസ് ആണ് പാസ്റ്ററെ വരണം, വന്ന് അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവരിപ്രകാരം പറഞ്ഞു, നമ്മൾ പിന്നെ ഇന്ന് നല്ല പന്നിയിറച്ചി കൊണ്ട് കാര്യങ്ങൾ ഇഷ്ടംപോലെ പലതരത്തിലുള്ള ഇറച്ചികളും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് കർത്താവിൻ്റെ ജന്മ ദിവസമായതുകൊണ്ട് നമുക്ക് ഓരോ ഗ്ലാസ് ഓരോ പെഗ്ഗും കൂടെ അടിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഞാൻ വന്നത് ശുശ്രൂഷിക്കാൻ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ വന്നത്, ഞാനിവിടെ ആഘോഷം കൂടാൻ വന്നതല്ല, ഞാനിവിടെ മദ്യം കഴിക്കാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 25 ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കുടിക്കാനും ഇതുപോലെ പിന്നെ സന്തോഷിക്കാനുമുള്ളതാണ്. ഹല്ലേലൂയ. ഇതുപോലെ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ മദ്യത്തിനകത്ത് ആറാടുന്ന ദിവസമാണ്. മദ്യം കഴിക്കാത്തൊരു ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞ് അവർ പരിഹസിക്കാൻ കളിയാക്കാനിടയായി. ഹല്ലേലൂയ. അന്ന് ആരംഭം ആ പുതിയ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർ എന്നോട് പറഞ്ഞത്, ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്മസിന് മദ്യം കഴിക്കണം. ഹല്ലേലൂയ. അത് ഉയർത്തെഴുന്നേൽപ്പ് ഞായറാഴ്ച അന്ന് നമ്മൾ മദ്യം കഴിച്ച് ആറാടണം. ദുഃഖ വെള്ളിയാഴ്ച നമ്മളങ്ങ് കരഞ്ഞ് നിലവിളിച്ച് മദ്യം കഴിച്ച് അതിൽ സന്തോഷിക്കണം. അപ്പോൾ ജാതികൾ, അതായത് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരും ബന്ധമുള്ളവരും തമ്മിലുള്ള വലിയ വ്യത്യാസം. പലപ്പോഴും അവരുടെ ആഘോഷങ്ങളിലും അവർ സന്തോഷിക്കുന്നതും അവരുടെ മദ്യത്തിൽ ആറാടുന്നതൊക്കെ കണ്ട് പ്രൈസിനും, അല്ലെങ്കിൽ അവരുടെ ഡംഭം നിറഞ്ഞ പൊങ്ങച്ചം നിറഞ്ഞ വർത്തമാനങ്ങൾ കേട്ട് അവരുടെ ജീവിത ശൈലികൾ കണ്ട് ഓരോ ദിവസവും ഓരോ ഷർട്ട് മാറുന്നു, ബ്രാൻഡഡ് ഷർട്ടുകൾ, ബ്രാൻഡഡ് പാൻറ്റുകൾ, ബ്രാൻഡഡ് ആയ വാച്ചുകൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, ഒരു പിന്നെ പ്രോപ്പർട്ടി ഇന്ന് ഈ ആഴ്ച വാങ്ങിക്കുന്നു, അടുത്ത ആഴ്ച രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് പിന്നെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു, അവർ തോട്ടം വാങ്ങിക്കുന്നു. അങ്ങനെ അവരുടെ പൊങ്ങച്ചങ്ങളുടെ നടുവില് ദൈവത്തിന്റെ വേലയ്ക്കായി വേദപുസ്തകം എടുത്തുകൊണ്ടിറങ്ങിയ പല അഭിഷിക്തന്മാരും അവരെ വിളിക്കുന്നത് അവരെ അടുത്ത സ്ഥലം വാങ്ങിക്കുവാൻ, അടുത്ത സ്ഥലം ഉള്ളത് വിറ്റ് വേറൊരു സ്ഥലം വാങ്ങിക്കുവാൻ, അടുത്ത ഫ്ലാറ്റ് വാങ്ങിക്കുവാൻ, അടുത്ത വീട്. ഇപ്പോൾ അഭിഷേകമുള്ള ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവര് ചില സമയങ്ങളിൽ വീട് പോലും ഇല്ല, സ്ഥലമില്ല, എത്രയോ വർഷമായി ദൈവത്തിന്റെ ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നു. ദൈവമേ പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി പോലും ഇല്ല. എന്നാൽ ജാതികൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ദൈവത്തെ വിളിച്ചിറങ്ങിയ എനിക്കും എൻ്റെ കുടുംബത്തിനും കയറിക്കിടക്കാൻ ഇതുവരെ ഒരു വീട് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഈ കരങ്ങളെ വെടിപ്പാക്കി വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ച് അനേകരോട് സുവിശേഷം പറഞ്ഞും പ്രസംഗിച്ചും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചു കാണാം. അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് 2 വർഷത്തിനകത്ത് ഒരുപാട് ദൈവത്തിന്റെ ദാസീദാസന്മാരും വിശ്വാസികളും അടക്കമുള്ളവർ വിശ്വാസത്തിൽ നിന്നും വീണുപോയി പിന്മാറ്റ അവസ്ഥകളിലായി. പലരും ബൈബിൾ തറയെ വെച്ച് ശുശ്രൂഷ നടത്തി സഭകൾ അടച്ചുപൂട്ടി പെയിന്റിംഗ് പണിക്ക് പോയവരുണ്ട്, റബ്ബർ ടാപ്പിങ്ങിന് പോയവരുണ്ട്, ഹല്ലേലൂയ, റിയൽ എസ്റ്റേറ്റിന് പോയവരുണ്ട്, പലതരത്തിലുള്ള ജോലികൾക്ക് അത് മടങ്ങിപ്പോയവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിക്കാം 73:12. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച്. ദുഷ്ടന്മാരെ കുറിച്ച് വചനം പറയുന്നത് അവര് നിത്യമായിട്ട് സ്വസ്ഥത അനുഭവിക്കുന്നു. നമ്മള് വചനം പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ പിന്നെ ലോകം തരാത്ത സമാധാനം തരുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. നിന്റെ സ്വസ്ഥതയിൽ ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവമക്കളെ പലപ്പോഴും സമാധാനം സ്വസ്ഥതയില്ല ദൈവമക്കൾക്ക്. എന്നാൽ ജാതികൾക്ക് ഇതെല്ലാം ഉണ്ട്. വായിച്ചോ. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിച്ചു. അവരുടെ സമ്പത്ത് ദിനം പ്രതി വർദ്ധിച്ച് അവര് ഷെയർ മാർക്കറ്റിലും കൊണ്ടിട്ട്
അവര് മ്യൂച്വൽ ഫണ്ടിനകത്ത് കൊണ്ടിട്ട് അവര് പിന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ പലയിടങ്ങളിൽ ചെയ്ത് അവരുടെ സമ്പത്ത് ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ 23:5 അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. അവര് മർത്യരെ പോലെ അവരാരും നീതിമാൻ അല്ലെങ്കിൽ ദുഷ്ടൻ പന പോലെ തഴച്ചു വളരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വചനം ഉണ്ടെന്നറിയില്ല. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അങ്ങനെ അപ്പോൾ ദുഷ്ടൻ ഇങ്ങനെ പന പോലെ ഇങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. മറുസമയത്ത് നീതിമാന്മാര് ഉണങ്ങി ക്ഷീണിച്ച് പണ്ട് പി വി ആശാരി പറയുന്നത് പോലെ സോഡാ കുപ്പി പോലെയുള്ള കവിളുമായി ഹല്ലേലൂയ സ്തോത്രം എല്ലാം കൊണ്ടും അങ്ങ് ക്ഷീണിച്ച് കണ്ണും കുഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഇങ്ങനെ ഓരോ ദിവസവും ദിനം പ്രതി പ്രാർത്ഥിച്ചും ഉപവസിച്ചും വിശ്വസിച്ചും പിന്നെ ഇങ്ങനെ മുന്നോട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായ ആസാഫിന് സഹിക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ 73:16 മുതൽ 17 വായിച്ചാട്ടെ. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. അപ്പോൾ ആസാഫ് എന്ന് പറയുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ ഇതെല്ലാം കണ്ടും കേട്ടും കണ്ട് താൻ തന്നെ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവത്തിനോട് സംസാരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. കർത്താവേ, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നോട് സംസാരിക്കണം. ഈ നീതിമാന്മാരെന്ന് പറയുന്ന അങ്ങയുടെ അഭിഷിക്തന്മാർ, അങ്ങ് വിളിച്ചവർ പ്രൈസ് ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ദുരിതങ്ങളിലും കഷ്ടതകളുടെ നടുവിലും പലപ്പോഴും അവര് അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നു, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നു, കയറിക്കിടക്കാൻ നല്ല വീടില്ല, വീടിന് അടിസ്ഥാനം ഇട്ടു പണിത് തീർക്കാൻ പോലും പൈസയില്ല. പ്രൈസ് അങ്ങനെ തുടങ്ങിയ അനവധി വിഷയങ്ങളിലൂടെ ദൈവമക്കളെന്ന് പറയുന്നവർ മുന്നോട്ട് പോകുമ്പോൾ ദുഷ്ടന്മാർ അവരുടെ മുമ്പിലൂടെ ഗർജിച്ച് ഗർവം നടിച്ച് ഭോഷത്വം പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് ഡംബ് കാണിച്ച് അവർ ഓരോ ദിവസവും അവരുടെ സമ്പത്ത് വർദ്ധിച്ചു വരികയാണ്. അവരുടെ ദേഹം ഉരുണ്ട് പുഷ്ടി പ്രാപിച്ചിരിക്കുമ്പോൾ സ്തോത്രം, എൻ്റെ ഈ പ്രാർത്ഥന, എൻ്റെ ഈ ആത്മീക ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ എന്ന് ദൈവത്തിന്റെ അഭിഷിക്തൻ നിലവിളിയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്. അപ്പൊ 73:18 വായിക്കാം. ഒടുവിൽ ഞാൻ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങ് ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ചോദിക്കും, ഞങ്ങളുടെ അന്ത്യം എന്താകും, അവരുടെ അന്ത്യം എന്താകും എന്ന് ദൈവത്തിനോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എന്ത് പറഞ്ഞു? നിശ്ചയമായും നീ അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു. ഹല്ലേലൂയ പ്രൈസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോഴാണ് ആസാഫിനോട് പറഞ്ഞത്, നിൽക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നു. അവർ ഡംബ് കാണിക്കുന്നു, പൊങ്ങച്ചം കാണിക്കുന്നു, അവർ പണം കൊണ്ട് അമ്മാനമാടുന്നു, പണം കൊടുത്ത് പലതിനെയും വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവര് പല രീതി അവരെ ഈ ലോകത്തിലുള്ള ഒന്നും അവരെ ബാധിക്കുന്നില്ല. നിയമം അവരുടെ കയ്യിലിട്ട് അമ്മാനമാടുന്നു. പ്രൈസ് ദി ലോർഡ്. നിയമജ്ഞർ അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു, അധികാര വർഗങ്ങൾ അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. അവരുടെ കയ്യിൽ പണമുണ്ട്. അവർ ഈ ലോകത്തെ കരങ്ങളിലെടുത്ത് അമ്മാനമാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ പോലും അറിയാത്തൊരു കാര്യം, ആസാഫേ അല്ലെങ്കിൽ അഭിഷിക്തനെ, ശുശ്രൂഷകനെ, നിന്നോട് എനിക്ക് പറയാനുണ്ട്. നീ നിൽക്കുന്നത് പോലെയല്ല അവന്റെ നിൽപ്പ്. അവൻ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴിവഴിപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ നിൽപ്പ് വഴുവഴുപ്പിൽ അവരറിയുന്നില്ല. അവർ പറയുന്നത് പ്രൈസ് ദി ലോർഡ് അവരുടെ നിൽപ്പ് വലിയ ഉറച്ച നിൽപ്പാണ്. അവരെ ആർക്കും തള്ളിയിടാൻ പറ്റത്തില്ല, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അവരുടെ സാമ്രാജ്യങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല, അവരെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്തും ചെയ്യും. അങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്താഗതികളും അവരുടെ ഉള്ളിൽ പല തരത്തിലുള്ള ഒരു ഉറപ്പും ധൈര്യവും ഒക്കെ അവരുടെ ഉള്ളിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവർ പോലും അറിയുന്നില്ല ദൈവം അവരെ നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പിലാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ മക്കളെ, ഞാനും നീയും നിൽക്കുന്നത് വഴുവഴുപ്പിലല്ല. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന ക്രിസ്തു എന്ന പാറയുടെ മുകളിൽ. ഒരിക്കലും ഈ ലോകത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും കാറ്റടിച്ചാലും എത്ര വലിയ വിഷയങ്ങൾ വന്നാലും നീതിമാൻ
നീതിമാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് വചനം പറയുകയാണ്. കാരണം അവന് ഈ ലോകത്തിൽ നടക്കുന്നതും വരാൻ പോകുന്നതുമായ സകലത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണയും, അവൻ ദൈവശബ്ദം കേൾക്കുന്നവനാണ്, അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനാണ്. അവന്റെ ഉറപ്പ് പണമല്ല, സമ്പത്തല്ല, അവന്റെ കുടുംബ മഹിമയില്ല. അവന്റെ ഉറപ്പ് വിളിച്ചവനാണ്, വിളിച്ചവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്. അവൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ പാറിപ്പോകുന്ന സമ്പത്തിലല്ല, അധികാരങ്ങളിലല്ല. അവൻ വിശ്വസിക്കുന്നത് നീതിമാന്റെ വിശ്വാസം, അവനെ വിളിച്ച വാഗ്ദത്തം നൽകിയ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ് അവൻ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാനിയേല് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ അടിമത്ത നുകത്തിനകത്ത് കടന്നപ്പോൾ ദാനിയേലും ശദ്രക് അബേദ്നെഗോ ആ ബാലന്മാര് പ്രൈസലോ സകല മനുഷ്യരുടെ നടുവില് നെബൂഖദ്നേസർ രാജാവ് പോലെ അതിഭയങ്കരന്മാരായ ബാബേൽ പ്രവാസകാലത്ത് അത്ര വലിയ സാമ്രാജ്യത്തെ ശക്തികളുടെ നടുവില് ഞങ്ങളെ എടുത്ത് തീക്കകത്ത് വലിച്ചെറിഞ്ഞാലും ഞങ്ങൾ നിന്നെ ആരാധിക്കത്തില്ല, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല, ഞങ്ങൾ ഒരേ ഒരു ദൈവത്തിനെ ആശ്രയിക്കുന്നുള്ള ആരാധിക്കുന്നുള്ളത് ജീവനുള്ള ദൈവമായ യഹോവയിലാണ്. മനുഷ്യരുണ്ടാക്കിയ മാനുഷിക വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലവും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട, ഫുഡ് വേണ്ട, രാജഭോജനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി അവർ പറഞ്ഞത്. നെബൂഖദ്നേസർ രാജു, ഞാൻ നിൽക്കുന്നത് കണ്ടോ, ഞാനൊരു ബംഗ്ലാവ് ഉണ്ടാക്കി, ഞാൻ വലിയ കൊട്ടാരമുണ്ടാക്കി, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് മട്ടുപ്ലാവിൽ കയറി നിന്ന് ഉലാത്തി നടന്ന് ചിന്തിച്ച ഉടനെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു, 7 മാസം എന്താ പുല്ല് തന്നെ ഓടിക്കോ. പ്രൈസ് ദി ലോർഡ്. അവന്റെ രാജ്യത്വം നിമിഷ നേരം കൊണ്ട് പോയി. ബെൽഷസ്സർ എന്ന് പറയുന്ന രാജാവ് കണ്ട ദർശനം അനുസരിച്ച് ആലയത്തിന്റെ ആ ഡംബം കയറി പണം കയറി അഹങ്കരിച്ചപ്പോൾ ആ ദൈവാലയത്തിൽ നിന്നും കൊണ്ടുവന്ന പൊൻകിണ്ണങ്ങളും ആ ദൈവത്തിന്റെ ആലയത്തിലുള്ള ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുവച്ച് ഹല്ലേലൂയ സ്തോത്ര വെപ്പാട്ടികളുടെ നടുവിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആലയത്തിലെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കാൻ അഹങ്കാരം കാണിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് രാജാവിന് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു. പ്രൈസ്, വിരലിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. ാണ് ഏത് സാമ്രാജ്യത്തെ ശക്തികളും ഏത് വലിയ അഹങ്കാരികളും ഏത് നിഗളികളും ഹല്ലേലൂയ. ഹെരോദം എന്ന് പറയുന്ന വ്യക്തി പത്രോസിനെ പിടിച്ച് തടങ്കല്ലിട്ടിട്ട് ദൈവത്തിന്റെ ദൂതനെ പോലെ വന്നിരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം ഇവനെ ദേവൻ എന്ന് പറഞ്ഞ് അവൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി ഒറ്റയടിക്ക് കൃമിക്കിരയായി പോയെന്ന് പറയുന്നു. അപ്പോൾ ദുഷ്ടന്റെ അധപ്പതനങ്ങൾ ബൈബിളിനകത്ത് വ്യക്തതയോടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ്, ബെൽഷസ്സർ രാജാവ്, ഹെരോദാവ്, സകല സകല വ്യക്തികളും ദൈവം കൈവിട്ടപ്പോൾ നിഗളികളും അഹങ്കാരികളും അവരുടെ ബലത്തിലും മസിൽ പവറിലും അവരുടെ സമ്പത്തിലും ഹല്ലേലൂയ സ്തോത്രം വിശ്വസിച്ചവരും ആശ്രയിച്ചവരുടെ അധപ്പതനങ്ങളെ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, ശലോമൻ രാജാവ് പോലും ലോകത്തിലെ സർവജ്ഞാനി എന്നറിയപ്പെട്ട ശലോമൻ എന്തൊക്കെ എഴുതി, സഭാപ്രസംഗി ഉത്തമ ഗീതം എഴുതി, സദൃശവാക്യങ്ങളെല്ലാം എഴുതി. ഹല്ലേലൂയ. സകല ജ്ഞാനിയുമായിട്ടുള്ള ആ വ്യക്തി പോലും തൻ്റെ ഭാര്യമാരുടെ വെപ്പാട്ടിമാർ പറയുന്നത് കേട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം വിഗ്രഹങ്ങളെ ആരാധിച്ചതോടുകൂടി ശലോമന്റെ കാര്യത്തിനും തീരുമാനമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നീതിമാന്മാരായ ഒരു അഭിഷിക്തന്മാരും ഹല്ലേലൂയ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി ആശ്രയിച്ചത് നെബൂഖദ്നേസർ രാജാവിന്റെ രാജത്വത്തിന്റെ അതിന്റെ പവറും അതിന്റെ പ്രമാണിത്തങ്ങളും കണ്ട് ഭയപ്പെട്ടില്ല. അതിന് പകരം മുഖത്ത് നോക്കി ദൂത് പറയാൻ ചങ്കൂറ്റം കാണിച്ചപ്പോൾ ഹല്ലേലൂയ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കൂട്ടിനകത്തിട്ടപ്പോഴും ദാനിയേലിന് മരണം സംഭവിച്ചില്ല. ഹല്ലേലൂയ. അതിന് പകരം ആ സിംഹത്തിന്റെ വായ അടയ്ക്കാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളെ ഇന്ന് ന്മാരുടെ ഹല്ലേലൂയ സ്തോത്രം പൊങ്ങച്ചം കണ്ടും അവരുടെ വളർച്ച കണ്ടും ഈ ലോകത്തിൽ ജാതികൾക്ക് ഇതൊന്നും വരുന്നില്ലല്ലോ, കൊറോണ പിടിക്കുന്നല്ലോ, അവരുടെ വീട്ടിൽ മരണത്തിന്റെ നിലവിളികളില്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരില് ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ സൈമൺ എന്ന് പറയുന്ന പ്രവാചകൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മകൻ 27 വയസ്സായ ജോയൽ എന്ന് പറയുന്ന ആ സഹോദരന്റെ മരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ അടക്ക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്
പിതാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 27 വയസ്സ് പ്രായമുള്ള ജോയൽ സൈമൺ എന്ന് പറയുന്ന വലിയൊരു പ്രവാചകൻ, അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ ഞാൻ ആ മരണ അടക്ക ശുശ്രൂഷയിൽ അദ്ദേഹം പറയുന്ന കാര്യം എഴുന്നേറ്റ് മൈക്ക് വാങ്ങിച്ചിട്ട് പറയുകയാണ്, ഈ സന്തോഷ ദിനത്തിൽ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് വരെ ഒരു അടക്ക ശുശ്രൂഷയിൽ ഈ ഒരു വാചകം കേട്ടിട്ടില്ല. 27 വയസ്സ് പ്രായമുള്ള യുവജനങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അഭിഷിക്തനായി സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന യൗവനക്കാരൻ, ആ സൈമൺ പാസ്റ്ററുടെ മകൻ മരിച്ചപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇന്ന് സന്തോഷ ദിവസമാണ്, ദുഃഖ ദിവസമല്ലെന്ന്. അപ്പൻ പറയുന്നു. വേറെ ആര് പാസ്റ്റർമാർ പറഞ്ഞാൽ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റൊരു ശുശ്രൂഷ ചെയ്തപ്പോൾ പറഞ്ഞ വാക്കാണെന്ന് പറയാം. പക്ഷേ സ്വന്തം അപ്പം പറയുകയാണ്, ഇത് സന്തോഷ ദിവസം. അവൻ പോയിരിക്കുന്നത് അവൻ്റെ സ്വന്തം ഭവനത്തിലാണ്, അവൻ്റെ അപ്പൻ്റെ ദേശത്തിൽ അവൻ പോയിരിക്കും, അവൻ്റെ അപ്പൻ്റെ അടുക്കൽ അവൻ പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ര വലിയ പ്രത്യാശയുള്ളവരും ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലുണ്ട്. തൻ്റെ യൗവന രക്തം തുടിക്കുന്ന 27 വയസ്സ് പ്രായമുള്ള യൗവനക്കാരനായ മകൻ നഷ്ടപ്പെട്ട പ്രവാചകൻ അഭിഷിക്തന്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഭാര്യയോട് പറയുകയാണ്, നീ കണ്ണുനീരൊഴുക്ക്, കരഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ ആരും കരഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവനെ വളർത്തിയവരിവിടെ ഉണ്ട്, കരഞ്ഞു പോകരുത്. കാരണം ഇത് സന്തോഷ ദിവസമാണ്. എൻ്റെ മകൻ പോയിരിക്കുന്നത് നരകത്തിലല്ല. അവനെ ഓർത്ത് ദുഃഖിക്കാൻ അവർ നശിച്ചവനല്ല. അവൻ അഭിഷിക്തനാണ്, അവൻ ദൈവത്തെ രക്ഷിതമായി സ്വീകരിച്ചതാണ്. അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവൻ മടങ്ങിപ്പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യാശയുള്ളവരും ഉണ്ടോ ഈ കാലഘട്ടത്തിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. പലരുടെയും ഈ കാലഘട്ടങ്ങളിൽ പല വ്യക്തികളെ ദൈവം ഭയങ്കരമായ പ്രത്യാശയുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ധൈര്യമുള്ളവരെ, പ്രത്യാശയുള്ളവരെ, ആത്മനിറവുള്ളവരായി ജീവിതത്തിന്റെ നടുവില് ജീവിതകാലം മുഴുവനും ദൈവത്തെ സേവിച്ചാലും ഒരു സ്ഥലമില്ല, വീടില്ല, കാറില്ല, ഒന്നും സമ്പാദിക്കാതെ ഇരുന്നാലും പ്രത്യാശയുള്ള മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ, ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കലും പരാതി പറയാതെ, പിറുപിറുക്കാതെ കർത്താവിനെ സേവിക്കുന്നവർ ഈ കാലഘട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചോൾ. ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിർത്തുന്ന അവർ മറ്റുള്ളവരെ നോക്കി താരതമ്യം ചെയ്യാതെ, ദുഷ്ടന്മാരെ നോക്കി അസൂയപ്പെടാതെ, അവന്റെ വളർച്ചകളെ കണ്ട് അസൂയപ്പെടാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? അവർക്കറിയാം അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ വലുതാണ്. പ്രൈസ്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഈ 30 ലക്ഷം ജനങ്ങള് എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇവരുടെ സാന്നിധ്യമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. 30 നമ്മളൊക്കെ ആണെങ്കിൽ വലിയ 2000 പേരോ 5000 പേരോ 500 പേരോ 100 പേരോ ഉള്ള സഭ ഉണ്ടായാൽ പിന്നെ നമുക്ക് കുറെ ആൾക്കാരുണ്ട്, കുറെ ജനങ്ങളുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഇത്ര 1000 പേരുണ്ട് എന്ന് പറഞ്ഞ ഡമ്പും പൊങ്ങച്ചോടി. പക്ഷേ അവിടെ മോശ പറയുകയാണ്, 30 ലക്ഷം പേരുള്ള മെഗാ ചർച്ചിന്റെ പാസ്റ്റർ പറയുന്നത്, ഈ 30 ലക്ഷം ജനമല്ല എൻ്റെ കൂടെ വേണ്ടത്, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി, അങ്ങയുടെ മഹത്വം എനിക്ക് കണ്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അതാണ് മോശയുടെ പ്രാർത്ഥന. കാരണം മോശയ്ക്ക് അറിയാം, താൻ ഏകനായി ഒറ്റയ്ക്ക് മരുഭൂമിയിലായിരുന്നപ്പോൾ ഈ 30 ലക്ഷം പേരെയൊന്നും നടത്താൻ വേണ്ടി ആഗ്രഹിച്ചവനല്ല മോശ. ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒറ്റയ്ക്കായി ഏകാന്തതയിലായിരുന്ന മോശയുടെ നടുവില് മുഖാമുഖമായി ഇറങ്ങി വന്ന് വിക്കനായിരുന്ന മോശയെ 100 പ്രാവശ്യം എനിക്കിതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ടും അയോഗ്യനായവനെ, വിക്കനായവനെ, കുറവുള്ളവനെ തിരഞ്ഞെടുത്ത് ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി പുറത്തു കൊണ്ടുവന്ന ഈ ദൈവമല്ലാതെ ജീവിതത്തിൽ വേറെ ആരും എനിക്ക് വേണ്ട എന്ന് പറയാൻ ഒരു വെളിപ്പാട് മോശയ്ക്കുണ്ടായിരുന്നു. ആ വെളിപ്പാടുള്ളത് കൊണ്ട് മരുരൂപമലയിൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മോശ ഇറങ്ങി വരാനിടയായി. അതുകൊണ്ട് ഏലിയാവിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആഹാബിനും ഇസബേലിനും വിരോധമായി നിന്ന് അവരെ പ്രസാദിപ്പിക്കുന്നതിന് പകരം അവരെ മുഖത്ത് നോക്കി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴ പെയ്യത്തില്ലെന്ന് പറയാനൊരു ചങ്കൂറ്റമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരിലും ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓടിയ ഏലിയാവിന് വേണ്ടി ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ സകല വഴികളും വാതിലുകളും അടഞ്ഞ് ക്ഷാമകാലം കൊണ്ട് സകലതും പ്രതിമുട്ടിയെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി കാക്കയെ ഇറക്കി കൊടുത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. വിധവയുടെ ഭവനത്തെ തുറന്നു കൊടുത്തൊരു ദൈവം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ഏറ്റവും സൂപ്പറായിട്ടുള്ള പ്രവചനം പറയാൻ തുടങ്ങി. അന്ന് വരെ മനുഷ്യരിൽ ആശ്രയിച്ചിരുന്ന യെശയ്യാവിന് അതുവരെ പറഞ്ഞ ദൂതല്ല. ആ ആശ്രയങ്ങൾ അറ്റപ്പോൾ ദൈവത്തിന്റെ ആശ്രയം ഇറങ്ങി വന്നു, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വന്നു, ദൂതന്മാർ ഇറങ്ങി വന്നു. തന്റെ നാവിനെ ഒരു കൊടിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് കൊണ്ടുവച്ച് ഒരു വിശുദ്ധ നാവാക്കി ഇതുവരെ പറയാത്ത പ്രവചന ദൂതുകൾ പറയുവാൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യുവാൻ ദൈവം ആ വ്യക്തിയെ ബലപ്പെടുത്താനിടയായി. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കൊറോണ കണ്ടോ, വൈറസ് കണ്ടും, ഒമിക്രോൺ കണ്ടും, അടച്ചുപൂട്ടുന്നത് കണ്ടും വരല്ല നമ്മള്. ഈ ലോകത്തിൽ ജാതികളെ കണ്ട് അസൂയപ്പെടേണ്ടവരല്ല നമ്മൾ ഇങ്ങനെ പറയേണ്ടവരല്ല. അയ്യോ, ഞാൻ ഈ ബൈബിൾ എടുത്തത് വെറുതെ ആയിപ്പോയി, ഞാൻ ഈ ദൈവത്തിൽ ആരാധിക്കാൻ വന്നതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, എൻ്റെ ബന്ധുക്കൾ എന്നേക്കാൾ നന്നായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധമില്ലാത്ത എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാർക്ക് ജോലിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ പറയുകയാണ്, ഞങ്ങളിപ്പോൾ ദൈവവിശ്വാസികളാണ്, പക്ഷേ ഹല്ലേലൂയ ആ സഹോദരിക്ക് 2 വർഷമായി കല്യാണം കഴിഞ്ഞ മക്കളില്ല. അല്ലെ, MBA പഠിച്ചവരാണ്, അവർക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ല. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കളിയാക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് നേടി? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോലിയുണ്ടോ? അല്ലെ, തലമുറയുണ്ടോ? മക്കളുടെ വിവാഹം നടക്കുന്നുണ്ടോ? പല ചോദ്യങ്ങൾ ഈ ലോകം ചോദിക്കുമ്പോൾ ഈ ലോകത്തിൽ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ ഈ ലോകത്തിലേ ഉള്ളൂ. ഹല്ലേലൂയ. നിത്യതയിൽ അതൊന്നുമില്ല. നമ്മളെ വിളിച്ചത് ഈ ലോകത്തിൽ ജീവിക്കാനല്ല. നമ്മളെ വിളിച്ചത് ഈ നമ്മളെ ദൈവം വിളിച്ചത് ഈ ലോകത്തിൽ വെച്ച് നിത്യനായ ദൈവത്തെ കണ്ടുമുട്ടാനാണ് വിളിച്ചത്, നിത്യനായ ദൈവത്തെ അറിയാനാണ് വിളിച്ചത്, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് വിളിച്ചത്. ആ ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിലുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ തന്നാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ കണ്ട് അവരോട് പരസ്പരം താരതമ്യം ചെയ്ത് അസൂയപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ തെരഞ്ഞെടുത്ത ഈ ആത്മീയത തെറ്റായി പോയി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പിന്മാറ്റ അവസ്ഥയിൽ പോകാതെ എനിക്കറിയാം പലരും പിന്മാറ്റ അവസ്ഥയിൽ പോയിട്ടുണ്ട്. ഈ സഭ തുടങ്ങിയതിനു ശേഷം പലരും ഇവിടെ കടബാധ്യതയുടെ ഒക്കെ നടുവിൽ വന്നവര്, കടഭാരം മാറിയില്ല, എത്രയും നാൾ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്മാറ്റ അവസ്ഥയിൽ പോയവരുണ്ട്. ഹല്ലേലൂയ. എത്രയോ പേര് പിന്മാറ്റ അവസ്ഥയിൽ പോയവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ വിഷയത്തിന് മറുപടി കിട്ടിയില്ല. 2 ആഴ്ച വന്ന് നോക്കി, 3 ആഴ്ച വന്ന് നോക്കി, പ്രശ്നത്തിന് പരിഹാരമില്ല, മടങ്ങിപ്പോയവരുണ്ട്. പക്ഷേ ചിലർ 2 ആഴ്ച 3 ആഴ്ച നോക്കാൻ വന്നവര് പിന്നെ ഇവിടെ നിന്ന് സ്ഥിരതയോടെ നിന്ന് വിടുതൽ കിട്ടിയില്ലെങ്കിലും അവരിന്ന് ലീഡർഷിപ്പിലും പാസ്റ്റേഴ്സുമായി മാറി. ഹല്ലേലൂയ. ഇത് പലരുടെയും കാഴ്ചപ്പാട്. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മൾ എന്തിനാ വരുന്നത്, ആരെ കാണാനാ വരുന്നത്. വിടുതലിന് വേണ്ടി വരുന്നവരുണ്ട്, ദൈവത്തെ കാണാൻ വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരെ ദൈവം പെട്ടെന്ന് അനുഗ്രഹിക്കും, ചിലരെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ ചിലപ്പോൾ ലേറ്റായി വരാൻ സാധ്യതയുണ്ട്. ദാനിയേലിനെ നോക്കി ദാനിയേൽ 10:19 പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നാണ് ദാനിയേലിനെ. പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും നോക്കി യേശു പറഞ്ഞതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാന്നാ. അവരുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖമില്ലാതിരുന്നില്ല. അവരുടെയൊക്കെ ലൈഫിൽ വലിയ കഷ്ടങ്ങളുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു, ദുരിതങ്ങളുണ്ടായിരുന്നു, മരണങ്ങളുണ്ടായിരുന്നു, അപവാദങ്ങളുണ്ടായിരുന്നു, പരീക്ഷണങ്ങളിലൂടെ അവർ കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ നോക്കി ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ ജീവിതം മുഴുവനും തൻ്റെ ലൈഫും പകുതിയും കഷ്ടതകളിലൂടെ കടന്നുപോയത്. പക്ഷെ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയെ നോക്കി ദൈവം പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതവും സുഖമായിരുന്നില്ല, ഒരുപാട് കഷ്ടങ്ങളിലൂടെ പോയ അഭിഷിക്തന്മാരാ. പക്ഷെ ദൈവം അവരെയൊക്കെ നോക്കി ചില പ്രസ്താവനകൾ പറഞ്ഞു. ദാനിയേലിനെ നോക്കി, ഇവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. കാലേബിനെ നോക്കി പറഞ്ഞു, ഇവൻ വേറൊരു ആത്മാവുള്ളവൻ. ദാവീദിനെ നോക്കി പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നോക്കി ദൈവം എന്ത് പറയും? യോബ് തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളുടെ നടുവില് ഈ ദൈവത്തെ തള്ളിപ്പറയാതെ കർത്താവിൻ്റെ അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്നു. തൻ്റെ ഭാര്യ തൻ്റെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞു, തൻ്റെ കൂട്ടുകാർ തൻ്റെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, മരിച്ചൂടെ നിനക്ക്, ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ അങ്ങ് മരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ അവിടെ തൻ്റെ കൂട്ടുകാരും തൻ്റെ സ്വന്തം ഭാര്യയും അടക്കമുള്ളവർ, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട സ്വത്തും വസ്തുവകളും വീടും തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് സീറോ ആയി തൻ്റെ ശരീരം മുഴുവനും
ചൊറിഞ്ഞ് ഹല്ലേലൂയ പഴുത്ത അഴുകിയ ശരീരമായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചൂടെ? ഹല്ലേലൂയ. തൻ്റെ കൂട്ടുകാർ വന്ന് പറയുകയാണ്, ഈ ദൈവത്തിനെ പിടിച്ചോണ്ടിരിക്കാതെ തള്ളിക്കള. പക്ഷേ യോബ് അതിന് തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് 100 മടങ്ങ് തിരിച്ചു കിട്ടാൻ തക്കവണ്ണം ദൈവം ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്യാനിടയായി. ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടങ്ങളിൽ, അന്ത്യകാലഘട്ടങ്ങളിൽ പലരും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് അത്ഭുതം പ്രാപിക്കാതെ, അത്ഭുതം കാണാതെ, വിടുതൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആരാധിക്കാൻ വന്നു. പാഷന്മാർ പറഞ്ഞതനുസരിച്ച് ഇത്ര ദിവസം ആരാധിക്കാൻ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു, ഉപവസിച്ചു. പക്ഷേ ഞങ്ങളൊന്നും കാണുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങളുടെ വിഷയമൊന്നും മാറിയില്ല, അതുകൊണ്ട് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് പോയവർ ആയിരങ്ങളാണ്. ഹല്ലേലൂയ, അനേകരാണ്. പക്ഷേ ഹല്ലേലൂയ, ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ അവർ വന്നത് ലക്ഷങ്ങളുടെ കടഭാരമായിട്ടായിരിക്കാം. പക്ഷെ ഇന്ന് വരെ കടഭാരം മാറിയില്ലെങ്കിലും അവരുടെ ഭാരം മാറി, കടം മാറിയില്ലെങ്കിലും അവരുടെ ഭാരം മാറിയിട്ട് ആ സ്ഥാനത്ത് സ്വസ്ഥത ലഭിച്ചവർ, ആ സ്ഥാനത്ത് സന്തോഷം ലഭിച്ചവർ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആ സ്റ്റേജുകളിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധന കണ്ട് പലരും ചോദിക്കും, അവർക്ക് എന്തോ നിധി കിട്ടിയതുപോലെ ആരാധിക്കുന്നത്. അവർക്കൊന്നും നിധി കിട്ടിയിട്ടല്ല, അവർക്ക് യേശുവിനെ കിട്ടിയതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണം കിട്ടിയില്ലെങ്കിലും, വീട് കിട്ടിയില്ലെങ്കിലും, കാറ് കിട്ടിയില്ലെങ്കിലും, മക്കളുടെ വിദ്യാഭ്യാസം നന്നായി നടന്നില്ലെങ്കിലും, മക്കളുടെ വിവാഹം നടന്നില്ലെങ്കിലും, തലമുറ കിട്ടിയില്ല എങ്കിലും, ഈ ജീവനുള്ള ദൈവത്തെ ഒരിക്കലും കൈവിടാതെ, ഉപേക്ഷിക്കാതെ, ഞാൻ സ്വീകരിച്ച, ഞാൻ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഈ കർത്താവിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല. ഈ ദൈവത്തെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിനെന്ന് പറയുവാൻ ഒരു തലമുറ എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വായിക്കാം 73:28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. ദൈവത്തിന്റെ കൂടെ അടുത്തിരിക്കുന്ന ആസാഫ് അവസാനം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള മനുഷ്യരെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ലോക മനുഷ്യൻ, ജഡീക മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പണത്തിനും പ്രതാപത്തിനും പൊസിഷനും തിന്നാനും കുടിക്കാനും ടൂർ അടിക്കാനും ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം പാസ്സാക്കി അവര് ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ ലോകവുമായിട്ട് അവർ കൂടുതൽ നേരം ഇടപഴകി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദൈവവേദൽ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:18 വായിച്ചാട്ടെ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യരുടെ ലേഖനം 1:18 പറയുകയാണ്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഒന്നുകൂടെ വായിച്ചോ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അവരോട് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ഈ ജനത്തിനില്ല. ചില വിശ്വാസികൾ അവരെപ്പോഴും ഫ്രൂട്ട്സിനെ കുറിച്ച് മാത്രം പറയും. അതായത് ഫലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലുള്ള ഒരു ലൈഫിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. ചിലർ ദൈവശക്തിയുടെ കൃപാവരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എഫേസ്യരോട് ഈ പൗലോസിന് പറയാനുള്ള കാരണം അവർക്ക് ലൈഫുണ്ട്. കൊരിന്ത്യ സഭയിൽ ലൈഫില്ല, ജീവിതമില്ല. പക്ഷേ എഫേസ്യർക്ക് ലൈഫുണ്ട്, പക്ഷേ ദൈവശക്തിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണം. അവൻ്റെ വിളി എത്ര വലുതാണെന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് അകത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചൊരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകണം. വചനം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് വീര്യം കൂട്ടണമെന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ അന്ത്യകാലത്ത് നമുക്കുണ്ടാകേണ്ട ഓരോ നാളും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം.
വീര്യം വർദ്ധിക്കണം. ഏറ്റവും വലിയ സമ്പത്ത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം അതൊരു വലിയ സമ്പത്താണ്. അത് ഓരോ നാളും വർദ്ധിച്ചാൽ, വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച്, അതിൻ്റെ വീര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ പറ്റും, ജഡത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റും. നമുക്കിന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത എല്ലാത്തിനെയും ഓവർകം ചെയ്യുവാൻ, പാപത്തെ, ശാപത്തെ, രോഗത്തെ, ഈ ലോകത്തിൽ കാണുന്ന ദുഷ്ടന്മാരുടെ വലിപ്പത്തിനെയും അവരുടെ ഡംഭവും അവരുടെ പൊങ്ങച്ചവും അവരുടെ എല്ലാം കണ്ടിട്ട് നമുക്ക് മാറി നിന്ന് ചിരിക്കാൻ സാധിക്കും. ഇതിൻ്റെ അവസാനം എന്തെന്ന് തിരിച്ചറിയാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. വെളിപ്പാടുള്ളവന് സാധിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ ആസാഫിനെ പോലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമുക്ക് ചോദിക്കാൻ പറ്റും, കർത്താവേ, ഇതിൻ്റെ അന്ത്യം എന്താണ്? ഇതിൻ്റെ അവസാനം എന്താണ്? ഈ ലോകത്തിൻ്റെ അന്ത്യം എന്താണ്? ജാതികൾ ഈ ഡംഭം കാണിക്കുന്നതിൻ്റെ അന്ത്യം എന്തായി തീരും? ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3:12 വായിക്കാം. പെട്ടെന്ന് വായിച്ചോ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ദൈവത്തിന്റെ ദാസന് വളരെ ശക്തമായി 10-ാം അധ്യായത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസം, ഏറ്റവും വലിയ ദൈവമക്കൾക്ക് ഉള്ള ഏറ്റവും വലിയ അവിശ്വാസം, ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള അവിശ്വാസം, അത്ഭുതങ്ങളെ കുറിച്ചുള്ള അവിശ്വാസം, ദൈവം നടത്തുമോ എന്ന് പറയുന്നൊരു അവിശ്വാസം, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊരു അവിശ്വാസം, ദൈവം നമ്മളെ കെയർ ചെയ്യുമോ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടോ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, നമ്മളെ ദൈവം കാണുന്നുണ്ടോ, നമ്മുടെ അവസാനം എന്തായി തീരും, ഞാൻ മരിച്ചാൽ ഞാൻ എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ കേൾക്കുന്ന ദൂതുകൾ നടക്കുമോ? പറഞ്ഞ വാഗ്ദത്തം നടക്കുമോ? പ്രവാചകന്മാർ വന്ന് പറഞ്ഞ ദൂത് കേട്ട് സാറ് അകത്തുനിന്ന് ചിരിച്ചു. ദൂതൻ ചോദിച്ചു, നീ ചിരിച്ചില്ലേ? സാറ്, ഞാൻ ചിരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയുള്ള ചിരി, അവിശ്വാസമുള്ള ഹൃദയം, ദുഷ്ടഹൃദയം. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ അവിശ്വാസവും ദുഷ്ടതയുമുള്ള ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 3:14 വായിച്ചോ. ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതിനെ മറക്കണം. നമ്മൾ പഴയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കരുത്. പഴയ കാര്യങ്ങൾ പറയുന്നത് അതാണ്. മുമ്പിലത്തെ ഇതും പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർക്കരുത്, നിരൂപിക്കരുത്. യെശയ്യാവ് 43-ാം അധ്യായം അതിൻ്റെ 18 പറയുന്നത് പോലെ മുമ്പിലുള്ളതും പണ്ടത്തതുമായ കാര്യങ്ങളെ പറഞ്ഞും ചിന്തിച്ചും നിരൂപിച്ചും ഇരിക്കുന്ന വ്യക്തികൾക്കൊരിക്കലും വിശ്വാസം ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ വന്നതിന് ശേഷം നമ്മൾ പഴയ കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ്, വീരപരാക്രമം പറഞ്ഞ്, പെരുക്കം പറഞ്ഞ്, പൊങ്ങച്ചം പറഞ്ഞ്, അതിൽ സന്തോഷിച്ച് രസിച്ച്, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ പോയി അത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഇനിയും ചാൻസ് കിട്ടിയാൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു നല്ലത്. ഇപ്പോൾ വന്നപ്പോഴാകപ്പോടെ ഒതുങ്ങിപ്പോയി. അങ്ങനെ ഇതിനകത്ത് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കാൻ വന്ന ചിലര്, ഗുണ്ടയായിരുന്ന ഒരു വ്യക്തി ഈ സഭയിൽ വന്നിട്ട് എന്നും പറയുമായിരുന്നു, ഞാൻ ആണത്വം ഇല്ലാത്തവനായി പോയി, ഗുണ്ടയായിരുന്നപ്പോൾ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞ് ചിന്തിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് ഇരുന്നിരുന്ന് ദൈവസേന വന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്കിരുന്ന് ചിന്തിക്കുമായിരുന്നു, പറയുമായിരുന്നു, പണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പം എനിക്കൊന്നും ആരും ചെയ്യാൻ വയ്യ, പറയാൻ വയ്യ. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു ചാൻസ് വന്നപ്പോൾ പുള്ളി പണ്ടത്തെ ഗുണ്ടയായി മാറി. ഇപ്പോൾ എന്താ, പിന്മാറ്റ അവസ്ഥയിൽ പോയി. ഹല്ലേലൂയ. അപ്പൊ പണ്ടുള്ള കാര്യങ്ങളും പിമ്പിലുള്ളതിനെ മറക്കുന്നവനെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ പറ്റും. പിമ്പിലുള്ളതിനെ ഓർത്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് ഒരു കാലത്തും ക്രിസ്തുവിനെ നോക്കി ഓടാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു ബാറ്റൺ വെച്ച് ഓടുമ്പോൾ, ഒരു റിലേ ഓടുമ്പോൾ
എന്ത് ചെയ്യണം? റിലേയുടെ ഒരു പ്രത്യേകത, അടുത്ത ഒരാളിൻ്റെ കയ്യിലിരിക്കാൻ ബാറ്റൺ വാങ്ങിച്ച് അടുത്ത് അങ്ങനെ ഓടണം. അപ്പം അതിനൊരെന്ത് ചെയ്യണം? ആഞ്ഞു ഓടി മറ്റേ പാർട്ടിയുടെ കയ്യിലിരിക്കുന്നതിന് ആ ബാറ്റൺ വാങ്ങിച്ച് നമ്മൾ മുന്നോട്ട് ഓടണം. പ്രൈസിന് അതിന് ഒരു ആയം വേണം, ഒരു മുന്നോട്ടുള്ളൊരു കുതിപ്പ് ആവശ്യമാണ്. അതിന് പുറകിലുള്ളതും ഇടത്തും വലത്തും ഒക്കെ നോക്കിയും ചിന്തിച്ചും പറഞ്ഞിരിക്കുന്നവന് ഈ ബാറ്റൺ കിട്ടത്തില്ല. അവൻ വീണ് പോകും ട്രാക്കിനകത്ത്. നമ്മൾ വീണ് കിടക്കുന്നത്, ഇടിച്ചു കിടക്കുന്ന ഒരു ബസ്സിനെയോ വണ്ടിയോ നോക്കിക്കൊണ്ട് നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ. പക്ഷേ മുന്നോട്ട് ഓടുന്ന വാഹനത്തിൽ കയറി നമ്മൾ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇടിച്ചു കിടക്കുന്നവനെയൊന്നും നോക്കരുത്. തകർന്നു കിടക്കുന്നവനെയും ഇടിച്ചു കിടക്കുന്നവനെയും പരാജയം പറയുന്നവനെയും പിറുപിറുക്കുന്നവനെയും ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെയും കൂട്ടം കൂടി വീട്ടിനകത്ത് ആരാധനയ്ക്ക് വീട്ടിനകത്തിരിക്കുന്നവനെയും അപവാദം പറയുന്നവനെയും അവരുടെ ഫോണും എടുത്ത് അവരോട് സംസാരിച്ച് വിമർശിക്കുന്നവനെയും കൂട്ടുപിടിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ കളി പറയുന്നവനെയും ചിരിക്കുന്നവനെയും അഭിഷിക്തന്മാരെ പരിഹസിക്കുന്നവൻ്റെ കൂടെയും കൂട്ടും കൂടി ദുഷ്ടന്മാരോടും പരിഹാസികളോടും പാപികളുടെയും വഴികളിൽ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്യുന്നവൻ്റെ കൂടെ നമ്മളായാൽ നമ്മൾ അവിടെ കിടക്കത്തേ ഉള്ളൂ. അവൻ്റെ കൂടെ നമ്മളും കിടക്കും. ഇടിച്ച് വണ്ടി കിടക്കുന്നവൻ്റെ കൂടെ നമ്മളവിടെ നിൽക്കും. അതെല്ലാം ഇടിച്ചു കിടക്കുന്ന വണ്ടികളാ. ഇതെല്ലാം ഇടിച്ചു കിടക്കുന്ന വണ്ടികളാ. ഈ വിമർശിക്കുന്നവൻ ഇടിച്ചു കിടക്കുക. അവൻ്റെ ആത്മീക ജീവിതം തകർന്നവൻ പാളത്തിൽ കിടക്കുക. അവൻ ട്രാക്കിനകത്ത് കിടക്കുക. വിമർശിക്കുന്നവൻ അശുദ്ധ ഹൃദയമുള്ളവൻ, അവിശ്വാസമുള്ളവൻ, ദുഷ്ടഹൃദയമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിന്മാറ്റാവസ്ഥയിൽ പോയവൻ, ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന് വീണുപോയവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരുടെ സ്വഭാവമാണ് കുറ്റം പറയുക, പിറുപിറുക്കുക, അഭിഷിക്തന്മാരെ അപവാദം പറയുക, അനുസരണക്കേട് കാണിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് അഭിഷിക്തന്മാരുടെ ഉപദേശിച്ചാൽ അവന് പിടിക്കത്തില്ല, വഴക്ക് പറഞ്ഞാൽ പിടിക്കത്തില്ല, ശിഷ്യത്വം എന്ന് പറയുന്നത് അവന് കാണത്തില്ല. അവൻ ശിഷ്യനാകാൻ പറ്റുന്നവന് യോഗ്യനല്ല എന്ന് വചനം പറയുന്നത്. നിങ്ങൾ ശിഷ്യന്മാരാകുക എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. ആ ശിഷ്യത്വത്തിന്റെ മനോഭാവത്തിൽ വരാൻ മടിച്ച് പണ്ടത്തെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നവനാ, ഞാൻ ഹല്ലേലൂയ വലിയ ഗുണ്ടയായിരുന്നു, റൗഡിയായിരുന്നു, ഞാൻ മിലിറ്ററിക്കാരനായിരുന്നു, ഞാൻ പോലീസുകാരനായിരുന്നു, അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും കളിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവനൊന്നും ഗുണം പിടിക്കൂല. അവനൊന്നും രക്ഷപ്പെടാനും എന്നൊക്കെ പാളത്തിൽ വീണ് കിടക്കും, ട്രാക്കി വീണ് കിടക്കും. കാരണം ഇവര് ശിഷ്യരാവാൻ താല്പര്യമുള്ളവരല്ല, ഇവര് ശാസന വെറുക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവര് പിന്മാറ്റക്കാരാണ്. ഇവര് പണ്ടത്തെ ലെവലിൽ നിൽക്കുന്നില്ല. അവരുടെ മനസ്സും ശരീരവും ഒക്കെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പണ്ടത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രാകൃതന്മാരായി അവർ നിൽക്കുന്നതേ ഉള്ളൂ. അവർ പുതുക്കം വന്നില്ല, പുതിയ സൃഷ്ടി ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഉള്ളവന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്നാൽ നിന്റെ ജീവിതകാലത്ത് നീ രക്ഷപ്പെടത്തില്ല. നീ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് പ്രൈസ് ക്രിസ്തു യേശുവിൽ. ദൈവത്തിന്റെ പരമവിളി ഏറ്റവും വലിയ വിളിയാണ്. ഇവിടെയുള്ള പല വിളികളും നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ഈ ലോകപ്രകാരമുള്ള വിളിക്കകത്ത് ആ വിളിയും കേട്ടോണ്ടിരിക്കാതെ ആ വിളിക്കകത്ത് കയറുന്നവനെല്ലാം ഇവിടെ ഭൂമിയിൽ ഒരു മരണമുണ്ട്. അതുവരെയുള്ള വിളികളെ ഉള്ളൂ ഈ ഭൂമിയിലുള്ള വിളി. പക്ഷേ നമുക്കൊരു പരമവിളിയുണ്ട്. നിത്യനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന പരമവിളിക്കകത്ത് കയറി ഓടി ബിരുദം പ്രാപിപ്പാൻ. ഇവിടെയുള്ള സക്സസ്സുകൾ, ഇവിടെയുള്ള കുറെ സക്സസ്സുകളല്ല നമ്മളെ നിത്യതയിലെത്തിക്കുന്നത്. പ്രൈസ്. നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇവിടെയുള്ള മെഗാ ചർച്ചിലെ പാസ്റ്ററിന് സെൻട്രൽ പാസ്റ്റർ ആയാൽ, മെഗാ ചർച്ചിലെ പാസ്റ്റർ ആയാൽ 30 ലക്ഷം പേരോ 50 ലക്ഷം പേരുടെ പാസ്റ്റർ ആയാൽ സ്വർഗത്തിൽ പോകാന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് അന്ത്യം വരെ നിൽക്കാൻ സാധിക്കുന്നവന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള സക്സസ്സുകളെക്കാൾ ഉപരിയായി സീക്രട്ടായി ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ, ദൈവസ്നേഹത്തിനകത്ത് ജീവിക്കുന്നവന് അവനാണ് സക്സസ് ആകുന്നവൻ. അവനാണ് ഹാനോക്കിനെ പോലെ ദിനം പ്രതി ദൈവത്തിന്റെ കൂടെ നടക്കുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ വേർതിരിച്ച് വിളിക്കുവാൻ, മണവാട്ടി സഭയെ വിളിക്കാൻ ദൈവം ഒരിക്കൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. യേശു അവരോട് പറയുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രവൃത്തിയുണ്ട്. അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. വേറെ ഒരു പ്രവൃത്തിയല്ല. ഇവിടെ കിടന്ന് എന്ത് വലിയ പ്രവൃത്തി ചെയ്താലും ദൈവം പ്രസാദിക്കുമെന്ന് നമ്മൾ കരുതണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഓടി നടന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവം പറയുന്നത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന കാര്യം.
ആ യേശുവിൽ വിശ്വസിക്കുക, യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, അതിൽ പ്രത്യാശ വയ്ക്കുക, അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, ഒരു നല്ല മണവാട്ടിയായി ഒരുക്കമുള്ളവരായിരിക്കുക. അതാണ് താൻ പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന കാര്യം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പുതിയ തീരുമാനമെടുത്ത് ദുഷ്ടന്മാരുടെ വളർച്ച കണ്ടോ അസൂയപ്പെട്ടു പോകാതെ, അതിനെ കണ്ട് ഹല്ലേലൂയ ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ വന്നത് വെറുതെ ആയിപ്പോയെന്ന് വിചാരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ പ്രാർത്ഥനകൾ വൃഥാവാണ്, എൻ്റെ ഫാസ്റ്റിംഗ് പ്രയറുകൾ വൃഥാവായി പോയി, ഞാൻ അടികൊണ്ടത് വെറുതെയായി പോയി, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഏറ്റതായ അപവാദങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് ഇത്രയും വർഷം കർത്താവിനെ ആരാധിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ വൃഥാവായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ദിവസം ഒരു ദൈവത്തിൻ്റെ വളരെ ശക്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അഭിഷിക്തൻ്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം തൻ്റെ ലൈഫ് മുഴുവനും യൗവനപ്രായത്തിലെ കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, എന്നാൽ ഒരു വലിയൊരു പണക്കാരിയെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. തനിക്ക് ജോലിയില്ല, വരുമാനമില്ല, താന് മുഴുവൻ സമയവും സുവിശേഷ വേലയാണ്. താന് കർത്താവിൻ്റെ വേല ചെയ്യാൻ പരസ്യ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. പല ദേശങ്ങളിൽ പട്ടണങ്ങളിൽ കയറി നടന്ന്, പണ്ട് വണ്ടികളിലെ വാഹനങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിൽ നടന്ന് സുവിശേഷം അറിയിച്ചിട്ട് മാസത്തിലൊരിക്കലോ ആഴ്ചയിലോ വീട്ടിൽ വരുമ്പോൾ തൻ്റെ കാലുകൊണ്ട് ഭാര്യ തട്ടി നീക്കിയിട്ട് കൊടുക്കുന്ന ആ കഞ്ഞി, ആ പ്ലേറ്റും കഞ്ഞിനെ കൊണ്ട് തട്ടി നീക്കിയിട്ട് കൊടുക്കും. അതിൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ ആ കഞ്ഞി കുടിച്ചിട്ട് അത് വീണ്ടും പോകും. സുവിശേഷ വേലക്കാരനാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച്, ജോലിയില്ലാത്തവൻ, വേലയില്ലാത്തവൻ, കൂലിയില്ലാത്തവൻ, പെണ്ണ് കെട്ടിയത് എന്തിനെന്ന് പറഞ്ഞ്, മക്കളെ നോക്കാത്തവൻ, ഭാര്യയെ നോക്കാത്തവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ച് കർത്താവിൻ്റെ ദാസനെ പരിഹസിച്ചു. എന്നാൽ ഒരു ദിവസം ആ ഭാര്യയും മക്കളും നോക്കി നിന്നപ്പോൾ തൻ്റെ അഭിഷിക്തൻ താൻ പ്രിയം വെച്ചവൻ്റെ നാട്ടിലേക്ക് പോയി. പക്ഷേ പോയത് അവർ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ സ്വർഗത്തിൽ നിന്നും ദൂതന്മാരെ സ്വർഗീയ സ്വർണ്ണരഥത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ആത്മാവിനെ കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് പിന്നോട്ട് വീണ ഭാര്യയും മക്കളും. അവർ എഴുന്നേറ്റ് അവരും അവരെ വീട്ടുകാരും നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്രയും മഹനീയമായ മഹത്വപൂർണമായ വേലയാണല്ലോ അങ്ങ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നാളിൽ പ്രൈസ് ദി ലോർഡ് സകല മുഴങ്കാലം മടങ്ങും, സകല നാവ് ഏറ്റു പറയും, നിഗളികളുടെയും അഹങ്കാരികളുടെയും ഏപ്പുകൾ ആടിപ്പോകും, സകല വ്യക്തികളും ഞെട്ടിപ്പോകുന്ന ഒരു വരവുണ്ട് കർത്താവിൻ്റെ. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ. ഈ നാളുകളിൽ ദൈവഭയത്തോടെ ക്രിസ്തുവിലുള്ള പ്രത്യാശ കൈവിടാതെ ആ പരമ വിളിക്കായി പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഒരിക്കലും അവിശ്വാസമുള്ള ഹൃദയമില്ലാതെ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് മുന്നോട്ടോടുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.